നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ദുബായ് അൽസീഫ് ആണ് കേട്ടോ. ഇതൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണ്. ഓൾ ദുബായ് കൾച്ചേഴ്സ് ഒക്കെ ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇവിടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ട്രഡീഷണൽ സൂക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ക്രീക്ക് സൈഡിലായിട്ടാണ്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് മോഡേൺ ദുബായ് ഫീൽ ചെയ്യാൻ പറ്റും. അതേസമയം ഇവിടെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓൾഡ് ദുബായ് ഫീലും ആണ്. ബിൽഡിങ്ങുകളുടെ ആർക്കിടെക്ചർ ആവട്ടെ, കംപ്ലീറ്റ് ആ ഒരു ഓൾഡ് ദുബായ് സെറ്റപ്പ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ സൂക്കിലൂടെ ഒക്കെ നടന്ന് നടന്ന് ഞങ്ങൾ അവസാനം ഒരു ജാപ്പനീസ് റെസ്റ്റോറന്റിന്റെ മുന്നിലെത്തി കേട്ടോ. വോക്യോ നൂഡിൽ ബാർ. ഇവിടെ നല്ല ഔട്ടർ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. നല്ല വൈബുള്ള ഒരു റെസ്റ്റോറന്റ്. അങ്ങനെ അവിടെ നിന്ന് രാമൻ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ വന്ന് ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ കയറിയപ്പം ജപ്പാനിൽ വന്നൊരു ഫീൽ ആയിരുന്നു. ഇവിടുത്തെ ഇന്റീരിയേഴ്സ് ഒക്കെ ആ ഒരു ജാപ്പനീസ് വൈബിലാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ലൈറ്റിങ്ങും, പിന്നെ ഇവിടുത്തെ സൂപ്പർ ഫ്രണ്ട്ലി സ്റ്റാഫുകളും, പിന്നെ ഇവിടുത്തെ ആ ഒരു ഡെക്കോറും മ്യൂസിക്കും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ മസ്റ്റ് ട്രൈ റാമനായിട്ടുള്ള സപ്പോറോ റാമനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സൈഡായിട്ട് നമ്മളൊരു തായ് ലൈംഡ് ഐസ്ക്രീം, ചിക്കൻ പാങ്കോയും ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു. ഓ, ആ ഒരു എന്താ പറയാ, റാമൻ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ആ ഒരു പ്രസന്റേഷൻ, ആ ഒരു ബൗളില് കഴിച്ചു നോക്കിയപ്പോ അടിപൊളിയായിരുന്നു. ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിന്റെ ഈ ഒരു ബ്രോത്ത് എന്ന് പറയുന്നത് 10 hours സ്ലോ കുക്ക് ചെയ്യുന്ന ഒരു ബ്രോത്താണ്. അതുകൊണ്ട് തന്നെ അത്രയും ഫ്ലേവർ ആയിട്ടുള്ള ഒതന്റിക് റാമനായിരുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അൽസീഫിന്ന് പോയത്.